കമ്പ്യൂട്ടറുകൾ 3 കമ്പ്യൂട്ടറുകൾ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് എന്തായാലും 8000-ലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം പഠനം നടത്തി മുന്നേറി എന്ന വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സൈബർ മീഡിയ എഡ്യൂക്കേഷണൽ അക്കാദമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികൾക്ക് ആദ്യം തന്നെ ഉഗ്രൻ കൈയടി കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് സൈബർ മീഡിയ എഡ്യൂക്കേഷണൽ അക്കാദമി മുന്നോട്ട് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഇനി വരുന്ന ആളുകളിൽ നിങ്ങളെ സ്വീകരിക്കുന്നത് എന്നതെ കുറിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ സൈബർ മീഡിയ മിസ്റ്റർ റംഷാദ് സാർ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പെരുമ്പടപ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും സുമനസ്സുകളായ സഹകാരികളെ, ഓക്കെ, നിമിഷങ്ങൾ മാത്രം ചരിത്രമുറങ്ങുന്ന നമ്മുടെ സ്വന്തം പെരുമ്പടപ്പ് പുത്തൻ പള്ളിക്ക് മറ്റൊരു ചരിത്രം കൂടെ സമ്മാനിക്കുകയാണ് സൈബർ മീഡിയ എഡ്യൂക്കേഷണൽ അക്കാദമി. സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ നമുക്ക് വേദിക്കരികിലേക്ക് വേണമെന്ന് അറിയിക്കുകയാണ്. പ്ലീസ്, നമ്മുടെ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊരു നല്ല കൈയടി കൊടുക്കുക എല്ലാവരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഷാഫി VKM തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. സൈബർ മീഡിയ എഡ്യൂക്കേഷണൽ അക്കാദമി നമ്മുടെ നാടിനു വേണ്ടി, പുത്തൻപള്ളിയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, നമ്മുടെ മണ്ണിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രൗഢോജ്വലമായിട്ടുള്ള അതിസുന്ദരമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നിരവധി വ്യക്തിപ്രഭാവങ്ങളെ സംഭാവന ചെയ്ത സൈബർ മീഡിയ അതിൻ്റെ ലോഞ്ചിങ് ഇവിടെ നിർവഹിക്കുന്നു. ഓഫീസിൻ്റെയും അതുപോലെ വിദ്യാഭ്യാസ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് സൈബർ മീഡിയ നമ്മോടൊപ്പം ഈ യാത്ര തുടരുന്നത്. സൈബർ മീഡിയ നമ്മുടെ പെരുമ്പടപ്പ് പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ മിമിക്രി ആട്ടോ തെറ്റിപ്പോയി. വെൽക്കം മുസ്തഫ വേദിയിലേക്ക് എത്തുന്നു. ഉഗ്രൻ കയ്യടി കൊടുക്കാം. നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കുന്നത് ആയോരു പാലത്തിൻ്റെ തൂണിരുന്നു പൊന്നേ എന്നൊരു വിളിയും കേട്ട്, പൊന്നേ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന്. സംരംഭമായ റംഷാദ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര ഒരു സഫലീകരണം കൂടിയാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടിയ ഈ ഒരു വേദി. അദ്ദേഹം നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രണയമായിരുന്നു സൈബർ മീഡിയ എന്ന് പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായ ഒരു സത്യം തന്നെയാണെന്ന് സുഹൃത്തുക്കളായ ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. 2008 സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമി